ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് വൈകുന്നേരം ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന മധുരമുള്ള മുട്ടയടുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കുക എന്ന് കാണാം. ഞാനിവിടെ 4 കോഴിമുട്ടയിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന സാധനം ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടി നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെക്കാം. ഇപ്പം നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇപ്പം നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിപ്പോൾ 1 ടേബിൾ സ്പൂൺ കസുകസ് ഇട്ട് കൊടുക്കാം. വെള്ള കസുകസാണ് കേട്ടോ. കസുകസ് ഇടുമ്പോൾ നോക്കിയിട്ട് വേണം ഇടാൻ, അതില്ലെങ്കിൽ അതിൽ മണലും കല്ലൊക്കെ ഉണ്ടാവും. ഇപ്പം കസുകസൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇതിനിപ്പം ഞാൻ അളവൊന്നും പറയണില്ല, നിങ്ങൾക്ക് എത്ര ഇട്ട് കൊടുക്കാന്ന് വെച്ചാൽ അത്രയും ഇട്ട് കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടപ്രകാരം. തീ ചെറിയ തീ വേണം വെക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കസുകസ കരിഞ്ഞു പോകും കേട്ടോ. ഇപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് മൂത്ത് നമ്മുടെ മുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് ബോൾ പോലെ വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിതിൽ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം, ചെറിയത്. ഈ തേങ്ങയുടെ ഒപ്പം തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം, അതിനൊരു മധുരത്തിനാണ്. ഇനി ഇതോടൊപ്പം തന്നെ 1/4 ടീസ്പൂണ് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞു വരട്ടെ. ഇപ്പം പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിൽ നമുക്കിനി ഒരു കോഴിമുട്ട അടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ മുട്ട എല്ലായിടത്തും തേങ്ങ എല്ലാം പെടുന്നത് പോലെ മിക്സാക്കി എടുക്കാം. പൊടിയായിട്ട് വേണം എടുക്കാൻ കേട്ടോ മക്കളെ, കട്ടയാവാൻ പാടില്ല. കോഴിമുട്ട ഒഴിച്ചു കൊടുത്താൽ ഇച്ചിരി തീ കൂട്ടി വേണം വെച്ച് കൊടുക്കാൻ. അപ്പം നമ്മുടെ ഉള്ളിൽ വെക്കാനുള്ളതൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇത് ഇറക്കി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മാവ് കലക്കിയെടുക്കാം. ഞാൻ അതിന് വേണ്ടി 1 കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് ബാക്കിയുള്ള 3 കോഴിമുട്ടയും അടിച്ചൊഴിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മാവിൻ്റെ മധുരം കിട്ടാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് ഏലക്കപ്പൊടിയും ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്കൊരു 3/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇത് ഇനി നമുക്കൊരു ജാറിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയിൽ കൊണ്ടുവന്ന് അടിച്ച് കൊണ്ടുവരാം. ഈ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് വല്ലാതെ കട്ടിയാവാൻ പാടില്ല. നമ്മൾ അരച്ച് കൊണ്ടുവന്ന അഥവാ കട്ടി കൂടുതലായിരുന്നെങ്കിൽ ഇച്ചിരി പാൽ ഒഴിച്ച് ലൂസാക്കി എടുത്താൽ മതി. ഇത് കണ്ടില്ലേ, എത്ര കട്ടിയേ പാടുള്ള. ഇനി നമുക്ക് മടക്കുണ്ടാക്കാൻ തുടങ്ങാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലാദ്യം 1 തുള്ളി നെയ്യ് ഒഴിച്ചിട്ട് എല്ലായിടത്തും ആക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ച മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മൈദ ദോശയൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് എല്ലായിടത്തും ആക്കി കൊടുക്കുക. ഈ സാധനം നമ്മൾ എത്ര കനം കുറച്ചുണ്ടാക്കണം അത്രയ്ക്ക് ടേസ്റ്റ് കൂടുതലുണ്ടാവും കേട്ടോ. ഈ ദോശ ഇനി നമുക്ക് വെന്ത് വരട്ടെ. പക്ഷെ ഒക്കെ മൊത്തത്തിൽ വേകാൻ നിൽക്കരുത്, ഒരു ചെറിയ നനവ് വേണം മേലെ. ഇനി നമുക്ക് ഇത് ഒരു ഭാഗത്ത് കുറച്ച് ഇത് കൂട്ടിട്ട് കൊടുക്കാം, തേങ്ങ മിക്സ്.
കനം കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ മക്കളെ. ഇനി ഇത് നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിങ്ങനെ മറിച്ചിട്ട് ഇനി നമുക്ക് ഈ ബാക്കിയുള്ള സൈഡിൽ ഇങ്ങനെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ ഇതോടെ ഒട്ടിച്ച് വേണം ഒഴിക്കാൻ. ഇനി ഒന്നിങ്ങനെ മിക്സാക്കി എടുത്താൽ മതി. ഓക്കെ. ഇനി ഈ സൈഡും കൂടി ഒന്ന് ചെറുതായിട്ട് വെന്ത് വരട്ടെ. ഇനി നമുക്ക് ഇതിലിനി കുറച്ച് മിക്സിങ് ഇട്ട് കൊടുക്കാം. ഈ സൈഡിലിട്ട് കൊടുക്കരുത് കേട്ടോ. സൈഡിലിട്ട് കൊടുത്താൽ ഒട്ടിപ്പിടിക്കില്ല. ഇനി നമുക്ക് ഇപ്പുറത്തുള്ളതെടുത്ത് ഇങ്ങോട്ട് മടക്കി കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഇതൊന്ന് നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. സൈഡ് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കാം. ഇതിൽ കൂട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് ഒട്ടാൻ വേണ്ടിയിട്ട് ഈ സൈഡിലൂടെ ഈ വക്കിലൂടെയൊക്കെ ഒന്ന് ഇച്ചിരിച്ച മാവ് ഒഴിച്ച് കൊടുക്കാം. ഇത് ഒട്ടി കിട്ടാനാണ് കേട്ടോ മക്കളെ. ഇനി നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വെന്ത് വരട്ടെ. അങ്ങനെ നമ്മുടെ മധുര മുട്ട മടക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എടുക്കാം. പാത്രത്തിൽ വെക്കാം. അങ്ങനെ നമ്മുടെ 2 മധുരമുള്ള കോഴിമുട്ട മടക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എടുക്കാം. നമുക്കിനി ഇത് എല്ലാം ഒന്ന് മുറിച്ചെടുക്കാം. നമ്മൾ മുറിക്കുമ്പോഴാണ് ഇതിൻ്റെ ലെയറൊക്കെ ഇങ്ങനെ നല്ല സൂപ്പറായിട്ട് വരിക കേട്ടോ. ഇതൊക്കെ മക്കളെ ഇത് സിമ്പിൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്കൊക്കെ ചായക്ക് കടിക്ക് ഉണ്ടാക്കി വെച്ചാൽ നല്ല ഇഷ്ടമാവും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ മക്കളെ.